ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടിലൻ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൺമണി ആ ആ ലാലിയെ കാണുക കേട്ടോ ചെയ്യുന്നത്. ലാലിയെ കാണുമ്പോഴത്തേനും കൺമണിക്ക് ആകെ ദേഷ്യവും, അതുപോലെ തന്നെ ഇവനെ ഉദ്ദേശിച്ചാണല്ലോ ദേവ്ജി എന്ന് പറഞ്ഞത് ആ പടം വരയ്ക്കാനായിട്ട്. എന്തായാലും ഇവരെ ഒന്ന് നമുക്ക് ദേവ്ജിയുടെ മുന്നിൽ എത്തിക്കണം, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവരെ ഒന്ന് പതുക്കെ കൊണ്ടുപോകാൻ തന്നെയായിരിക്കും നല്ലതെന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം ലാലി എന്ന് വിളിച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നു കേട്ടോ. ആ സമയത്ത് തന്നെയാണ് ഞെട്ടുന്നു കേട്ടോ. കൺമണിയെ കാണുമ്പോൾ ലാലി ആകെ ഞെട്ടാണ്. അതിനുശേഷം തന്നെ കൺമണിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനായിട്ട് ലാലി ഓടുക കേട്ടോ. ഓടിയിട്ട് അങ്ങനെ കമ്പനിയുടെ ഉള്ളിലേക്കായിട്ട് തന്നെയാണ് കേട്ടോ കയറി പോകുന്നത്. അതിനുശേഷം തന്നെ അവിടെ വെച്ചിട്ട് തന്നെ ലാലിയെ പിടികൂടുക കേട്ടോ കൺമണി. എന്നിട്ട് ദേവ്ജിയുടെ മുന്നിൽ കൊണ്ടുപോയിക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ ദേവ്ജി പറയുന്നുണ്ട്, നീ ആരാണെന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. നിൻ്റെ ഉദ്ദേശം എന്താണ്? നിനക്ക് മനസ്സിൽ ഒരു രഹസ്യം ഉണ്ട്, ആ രഹസ്യം എന്താണെന്ന് നീ ഇപ്പോൾ പറയണമെന്ന് പറയുന്നു. എൻ്റെ മനസ്സിൽ ഒരു രഹസ്യമില്ല സർ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേനും ഉണ്ട്, നീ അതിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിന്നിപ്പോൾ ഷൂട്ട് ചെയ്യുമെന്ന് പറയുന്നു. ആ സമയത്ത് തന്നെ പാവം ലാലി പേടിച്ചുകൊണ്ട് തന്നെ ആ ജന്മരഹസ്യം, അതായത് ബലരാമൻ്റെ ജന്മരഹസ്യം എല്ലാം തന്നെ തുറന്നു പറയുകയാണ്. സാഗറിൻ്റെയും സുജുവിൻ്റെയും ആദ്യത്തെ മകനാണ് നമ്മുടെ ബലരാമൻ. മാത്രമല്ല അന്ന് ജൂബിലി ഹോസ്പിറ്റലിൽ നേഴ്സായിരുന്നു ഞാനെന്നും. അവിടെ വെച്ച് തന്നെയാണ് സുമിത്രയും അതുപോലെ ബാലു എന്ന സാറും എന്നെ കാശ് കൊടുത്തിട്ട് അവരുടെ ഭക്ഷത്താക്കുകയാണ് ചെയ്തത്. ആ സമയത്തിന് ആ കുഞ്ഞിനെ എനിക്ക് എടുത്തു മാറ്റേണ്ടി വന്നു എന്ന കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയുന്നു കേട്ടോ. എല്ലാം തന്നെ ദേവ്ജിയും അതുപോലെ മഹിപാലും അത് കൺമണി അറിഞ്ഞു. കൺമണിയോടാണെങ്കിൽ ഭാഗ്യശ്രീ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എല്ലാത്തിനും ഒരു വ്യക്തതയായി. അതോടുകൂടി തന്നെ ഇവർക്ക് ആകെ ടെൻഷനായി. ഇനി എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത്, പറഞ്ഞാൽ സാഗറും സുജു എങ്ങനെ എടുക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് തന്നെ നമ്മുടെ ദേവ്ജി പറയുന്നുണ്ട്, നമ്മളെ ഒരു മഹാരഹസ്യം അറിഞ്ഞത് മാത്രമല്ല ചെയ്തത്, മാത്രമല്ല ആ രഹസ്യത്തിൻ്റെ കഠിനമായ ഒരു വിഷമം താങ്ങാൻ ഇനി നമുക്ക് സാധിക്കുമെന്ന് നമുക്കറിയില്ല. അത്രയും പ്രശ്നത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതെങ്ങനെയാണ് അവതരിപ്പിക്കുക, എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊന്നും നമുക്ക് അറിയുന്നില്ലല്ലോ. ഇപ്പം ആകെ പ്രശ്നത്തിലാണല്ലോ എന്ന രീതിയിലൊക്കെ ആകെ ടെൻഷനായി നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നീട് കൃഷ്ണനെയും കൺമണിയാണ് കേട്ടോ കാണിക്കുന്നത്. കൺമണിയാണെങ്കിൽ കൃഷ്ണനോട് അതൊന്നും പറയാൻ അവർക്ക് ആർക്കും സാധിച്ചില്ല. കൃഷ്ണനോട് പറയാൻ വരട്ടെ എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതിനുശേഷം തന്നെ കൃഷ്ണ കൺമണിയോട് പറയുന്നുണ്ട്, ഇപ്പോൾ സങ്കടമൊക്കെ മാറിയോ, ടെൻഷനൊക്കെ മാറിയോ, എന്ത് പറ്റിയതാണ് നേരത്തെ എന്ന് പറയുന്നു. ഇനി എല്ലാ പ്രശ്നങ്ങളും മാറും സർ, സാറിന് ഒരു പുതിയ ഒരാൾ വരാനായിട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതാരാണ്, അതൊക്കെ സാർ കണ്ടോ, മനസ്സിലാവും ഇപ്പം തന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ അതൊക്കെ പോട്ടെ, കൺമണി എന്ത് പറഞ്ഞാലും അതിൻ്റെ പിറകിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി ഉണ്ട്, തനിക്ക് ക്ഷീണമൊക്കെ മാറിയല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടതെല്ലാം തന്നെ നീ തന്നിരിക്കണം. അതെന്താ സാർ അങ്ങനെ ചോദിക്കുന്നതെന്ന് പറയുന്നു. അതെന്താണെന്ന് നിനക്കറിയാലോ, എപ്പോഴും ഞാൻ ചോദിക്കുന്ന കാര്യം തന്നെയാണല്ലോ. അതെൻ്റെ കൺമണിക്ക് ഇപ്പോഴും അറിയില്ല എന്ന് പറയുന്നുണ്ട്. അതെനിക്കൊരു ഉമ്മയാണെന്ന രീതിയിൽ പറഞ്ഞിട്ട് കൃഷി കൺമണിയുടെ അടുത്തുനിന്ന് ഉമ്മ വഴിക്കാടോ ചെയ്യുന്നത്. എന്തായാലും കൃഷി കൺമണി അങ്ങനെ പ്രണയിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷേ ആ മഹാരഹസ്യം കൃഷി അറിഞ്ഞാലും സുജു അതുപോലെ തന്നെ സാഗറും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് താങ്ങാൻ സാധിക്കുമെന്ന് അറിയില്ല. എന്തായാലും അത് നല്ല രീതിക്ക് തന്നെയായിരിക്കും ദേവ്ജി അത് അവതരിപ്പിക്കുകയുള്ളൂ കേട്ടോ. എന്തെങ്കിലും ഇത്രയും കാണിച്ചാണ് ആ പ്രമോ കഴിയുന്നത്. നാളെ നല്ലൊരു എപ്പിസോഡ് വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം.